കുർവാസന മാതാവ് കൈവിട്ടു. ധന്യ മേരി വർഗീസിന്റെ മോഷണ മുതലിൽ 1.5 കോടി ഇഡി കൊണ്ടുപോയി. കുർവാസനത്തിൽ പോയി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച നടി ധന്യ മേരി വർഗീസിനെ കുർവാസന മാതാവ് ഒടുവിൽ പറ്റിച്ചു. ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ ഇഡി ധന്യ മേരി വർഗീസിന്റെ 1.5 കോടി വില മതിക്കുന്ന സ്വത്തുവകകൾ കണ്ടുകെട്ടി. ഫ്ളാറ്റ് നിക്ഷേപ തട്ടിപ്പുകളെ തുടർന്നാണ് ധന്യയുടെയും കുടുംബത്തിന്റെയും തിരുവനന്തപുരത്തെ 13 സ്ഥലങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത്. പട്ടത്തെയും കരകുളത്തെയും 1,56,00,000 രൂപ വില മതിക്കുന്ന ഭൂമികളിലാണ് നടപടി. കേസിലെ മുഖ്യപ്രതിയും കമ്പനി ചെയർമാനും ധന്യയുടെ അമ്മായിയപ്പനുമായ മുട്ടട ജേക്കബ് സാംസണും കേസുമായി ബന്ധപ്പെട്ട് 2016 അറസ്റ്റിലായിരുന്നു. 2011 മുതൽ നഗരത്തിലെ വിവിധ പ്രോജക്റ്റുകളിലായി 500ഓളം ഫ്ളാറ്റുകളും 20 വില്ലകളും 2 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കി നൽകാമെന്ന് വാഗ്ദാനം നൽകി പലരിൽ നിന്നായി 100 കോടി രൂപ തട്ടിച്ചെന്നും അമിത പലിശ വാഗ്ദാനം ചെയ്ത് 30 കോടിയോളം രൂപ തട്ടിച്ചെന്നുമുള്ള പരാതിയിന്മേലായിരുന്നു കേസ്. ഷാരോൺ ഹിൽസ്, ഓർക്കിഡ് വാലി, സാങ്ച്വറി, പേൾ ക്രസ്റ്റ്, സെലേൻ അപ്പാർട്ട്മെന്റ്, നോവാ കാസിൽ, മെരിലാൻഡ്, ഗ്രീൻ കോർട്ട്യാർഡ്, ഏഞ്ചൽവുഡ് എന്നീ പദ്ധതികളിലായിരുന്നു വാഗ്ദാനം നൽകിയിരുന്നത്. വിവിധ സ്റ്റേഷനുകളിലായി 130ലധികം കേസുകൾ ഇവർക്കെതിരെയുണ്ട്. ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുകയും പിന്നീട് പേരൂർക്കടയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇഡി നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. തട്ടിപ്പിനിരയായവർ പോലീസിനെ സമീപിച്ചതോടെ ബംഗളൂരു, മുംബൈ എന്നിവിടങ്ങളിലും കേരളത്തിലെ ചില രഹസ്യ കേന്ദ്രങ്ങളിലും ഒളിവിൽ പോയ ഇവരെ നാഗർകോവിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. PRDയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ജേക്കബ് സാംസൺ സർവീസിലിരിക്കെയാണ് സാംസൺ ആൻഡ് സൺസ് എന്ന പേരിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ആരംഭിച്ചത്. തിരുവനന്തപുരം മുട്ടടയിലായിരുന്നു കമ്പനിയുടെ ആസ്ഥാനം. മകൻ ജോൺ ജേക്കബ്, ഇളയ മകൻ സാമുവൽ ജേക്കബ് ഒക്കെയായിരുന്നു കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത്. അഭിനയ ഭ്രാന്ത് കയറി ജോൺ അഭിനയവും ഡാൻസും ഒക്കെയായി കറങ്ങി നടന്നു. ഇളയ മകൻ ഓടി നടന്ന് പെണ്ണുപിടിച്ചു. അങ്ങനെ വിവിധ പ്രോജക്റ്റുകളുടെ പേരിൽ നാട്ടുകാരിൽ നിന്നും മേടിച്ച പണം പല വഴിയിൽ പോയി. അതുപോലെ കൂടെ നിന്നവരും ധാരാളം തട്ടിക്കൊണ്ടുപോയി. ജോണിന്റെ ഗ്ലാമറും കോടീശ്വരനായ ബിൽഡറും ഒക്കെയാണെന്ന് കരുതിയാണ് ഓർത്തഡോക്സുകാരിയായ ധന്യ മേരി വർഗീസ് നാടാർ സമുദായാംഗമായ ജോണിനെ വിവാഹം കഴിച്ചത്. സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സിന്റെ ഡയറക്ടറായിരുന്നു ജോൺ. ധന്യ മേരി വർഗീസിനെ പിടിച്ച് കമ്പനിയുടെ മാർക്കറ്റിംഗ് വിഭാഗം മേധാവിയാക്കി. അങ്ങനെയാണ് ധന്യയും ഈ കുരുക്കിൽ ചെന്നുപെട്ടത്. സ്ഥാപനം കടം കയറി മുടിഞ്ഞപ്പോൾ അമിത പലിശ വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി കോടികൾ നിക്ഷേപമായി വാങ്ങി. പ്രോജക്റ്റുകളും മുടങ്ങി, പറഞ്ഞ സമയം ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റിയില്ല. നിക്ഷേപം നൽകിയവരുടെ പലിശയും മുടങ്ങിയതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത്. 130 കോടിയുടെ പരാതിക്കാരാണ് നിലവിൽ ഉള്ളതെങ്കിലും പണം നഷ്ടപ്പെട്ടവർ ഇതിന്റെ 10 മടങ്ങ് വരും. കാരണം ജേക്കബ് സാംസണെ വിശ്വസിച്ച് പണം നിക്ഷേപിച്ച സർക്കാർ ഉദ്യോഗസ്ഥർക്കും കള്ളപ്പണം നിക്ഷേപിച്ചവർക്കും പരാതി കൊടുക്കുവാൻ യാതൊരു നിർവാഹവുമില്ലാത്ത അവസ്ഥയിലാണ്. ഓരോരുത്തരുടെ പേരിലും 100 കണക്കിന് കോടിയുടെ ബിനാമി നിക്ഷേപം ഇവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇഡി പിടിച്ചെടുത്തിരിക്കുന്നത് വെറും 1.5 കോടി രൂപയുടെ സ്വത്തുവകകൾ മാത്രം. ജയിലിൽ നിന്നിറങ്ങിയ ശേഷമായിരുന്നു ധന്യയും ഭർത്താവ് ജോണും കൂടി കുർവാസനത്തിൽ ഉടമ്പടിയെടുത്ത് സാക്ഷ്യം പറയാൻ പോയത്. അന്നും ITV ന്യൂസ് വാർത്ത നൽകിയിരുന്നു. കൃപാസനത്തെക്കുറിച്ച് ഞാൻ ആര് വഴി കേട്ടു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ പലർ വഴി കേട്ടു എന്ന് തോന്നുന്നു. പക്ഷേ എങ്ങനെ ഞാൻ ഇവിടെ എത്തിയെന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷെ ഞാൻ ഇവിടെ വന്ന് അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാനും ഹസ്ബൻഡും എൻ്റെ മമ്മിയായിട്ടാണ് വന്നത്. പക്ഷേ ഉടമ്പടി എടുത്ത വ്യക്തി ഞാൻ മാത്രമാണ്. ഞാനിവിടെ ഒരു ദിവസം വരിക എന്നുള്ള മാത്രം ഉദ്ദേശിച്ചാണ് വന്നത്. വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഉടമ്പടി എടുക്കണം, ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ അറിയുന്നത്. അപ്പോൾ ഞാൻ അന്ന് തീരുമാനിച്ചു, ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഞാൻ ഈ പ്രാർത്ഥന ഞാൻ നടത്തിയതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു കാര്യം ഇവിടെ നിന്ന് ആരോ പറഞ്ഞു കേട്ടു, നമ്മൾ കാര്യത്തിന് ആഗ്രഹിക്കേണ്ട സമയവും കൂടെ വെച്ച് പ്രാർത്ഥിക്കുക. ഇന്ന സമയത്തിനകത്ത് എനിക്ക് ആ കാര്യം സാധിച്ചു തരണം എന്നിങ്ങടെ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കേട്ടിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹം അല്ലെങ്കിൽ ഈ ഒരു സാക്ഷ്യം ഞാൻ ഇത്രയും വൈകിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിലെ ഒരു നമ്മൾ പറയില്ലേ, ഒരു ചമ്മൽ, നമ്മളൊരു ആർട്ടിസ്റ്റാണ്, ഇങ്ങനെ വന്ന് നിന്ന് നമ്മളുടെ ഈ കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെ എടുത്ത് പറയാനുള്ളൊരു ചളുപ്പുണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ മടിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു മേക്കപ്പൊക്കെ ഇട്ട് ഒരു സാക്ഷ്യം പറയാൻ വന്ന ഒരു അവസ്ഥയിലല്ല വന്നത്. ഞാനിവിടെ അടുത്തൊരു കല്യാണത്തിന് വരുമ്പോൾ എൻ്റെ വണ്ടി കൃത്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ബ്രേക്ക് ഡൗൺ ആയി. അപ്പം ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ആ സാക്ഷ്യം പറയാത്തതിൻ്റെ ആണെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് ഇവിടെ വെച്ച് തന്നെ ബ്രേക്ക് ഡൗൺ ആയി. അപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ച് കയറി വരുന്നു, ഇവിടെ വന്നാൽ പറയാൻ പറ്റുമോ എനിക്കറിയത്തില്ല. ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്ന് സംസാരിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് സാക്ഷ്യം പറയണമെന്നുണ്ട്, എന്ത് ചെയ്യണം? അപ്പോൾ പറഞ്ഞു, വീണ്ടും ഉടമ്പടി എടുക്കണം. ഇന്ന് നടക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഇന്ന് നടക്കത്തില്ല.
ഇന്ന് നടക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കണ്ണൂരുള്ള ഏതോ ഒരു ചേച്ചി അനു എന്ന് പറഞ്ഞ ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു ഉടമ്പടി എടുക്കാൻ അച്ഛൻ ഇന്ന് പറ്റുമോ? പറ്റില്ല അച്ഛൻ, ഞാനിങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വന്ന് ഇവിടെ നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ ഞാനിങ്ങനെ വരാൻ പറ്റാതെ നിൽക്കുകയായിരുന്നു. ഞാൻ ഇന്നിങ്ങനെ വന്ന് പെട്ടതാണ്. അച്ഛൻ പറഞ്ഞ സാക്ഷി എഴുതി കൊണ്ടുപോകാൻ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ എഴുതി ഇവിടെ വന്നു. എനിക്കിന്ന് പറയാൻ ഒരു അവസരവും കൂടെ തന്നു. ഇനി മുതൽ ഇടി കൊണ്ടുപോയ സ്ഥിതിക്ക് ധന്യയും കെട്ടിയവനും പോയി കുറുവാസന പാതിരിയുടെ കൊങ്ങയ്ക്ക് പിടിക്കുമോ അതോ കുറുവാസന മാതാവിനെ ചീത്ത പറയുമോ എന്നറിയില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.